മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് ഇന്നറിയാം. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ നിലപാട് അറിയിക്കാൻ അവസാന അവസരം നൽകുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി നിലപാട് വ്യക്തമാക്കണമെന്ന് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു. സൂര്യശ്രീ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സൂര്യ, നേരത്തെ ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി വലിയ അതൃപ്തി രേഖപ്പെടുത്തിയതാണ്. നിലപാടുണ്ടെങ്കിൽ അത് പറയൂ, ഒളിച്ചു കളിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കേന്ദ്രത്തിന് നേരെ ഉയർത്തിയതാണ്. ഒരവസാന അവസരം എന്നുള്ള നിലയിൽ, ഒരു അന്ത്യശാസനം എന്നുള്ള നിലയിലാണ് കോടതി കേന്ദ്രത്തോട് നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ സൂര്യ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വായ്പ തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കഴിഞ്ഞ ദിവസം 4 ആഴ്ചയ്ക്ക് മുൻപ് കോടതി രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നത്. കാരണം ഇത്തരത്തിൽ ദുരന്തം നടന്ന 1 വർഷമായിട്ട് പോലും ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആ ഒരു വിഷയം ഹർജി പരിഗണിക്കുമ്പോഴാണ് അന്തിമ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനത്തിനായി ഒരു 4 ആഴ്ച സാവകാശം കൂടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് 4 ആഴ്ച ഹൈക്കോടതി നൽകുകയും തുടർന്ന് ഇന്ന് കേസ് പരിഗണിക്കുകയുമാണ്. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ നിലപാട് ഈ വിഷയത്തിൽ അറിയാൻ കഴിയും. ഈ 4 ആഴ്ചയ്ക്ക് മുന്നേ ഈ ഹർജി കോടതി പരിഗണിച്ചപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചിരുന്നത്. ദുരന്തം നടന്നു 1 വർഷമായിട്ട് പോലും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നും സംസ്ഥാനത്തെ പല ബാങ്കുകളുടെയും നിലപാട് ഇതിന് ഒരു ഉദാഹരണമായി കണ്ടുകൂടെ എന്നുകൂടിയാണ് കോടതി കേന്ദ്ര സർക്കാരിനെ ഉന്നയിച്ചത്. കേരള ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൂടെ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ രൂക്ഷ വിമർശനവുമായി കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ചില നിയമ തടസ്സങ്ങളുണ്ടെന്നുള്ള ഒരു വാദം മാത്രമാണ് ഉന്നയിച്ചിരുന്നത്. അവസാന ഹർജി പരിഗണിക്കുന്നതിനിടെ ഓണാവധിയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ എന്നൊക്കെയുള്ള ചില വാദഗതികൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതിനെതിരെയാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഭരണഘടനാപരമായ നിയമങ്ങൾ ഉൾക്കൊണ്ട് ഇതിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് തന്നെ അറിയിക്കണമെന്നാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ധനമന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ വിഷയം നിലനിൽക്കുന്നത്. റീജിത്ത്. ശരി, സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കേരളത്തിലെ ബാങ്കുകൾ സ്വീകരിച്ച സമീപനം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ സമീപനം അതൊരു മാതൃകയാക്കി നിങ്ങൾക്കും സ്വീകരിച്ചുകൂടെ എന്നുള്ള ചോദ്യമൊക്കെ കേന്ദ്രത്തിന് നേർക്ക് ഹൈക്കോടതി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് കേന്ദ്രത്തിന്റെ മറുപടി ഹൈക്കോടതിയിൽ ഉണ്ടാകും.